നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. 121, 123 മുതൽ 125 വരെയും 128 മുതൽ 130 വരെയുമുള്ള സങ്കീർത്തനങ്ങളാണ്. ഇവ ആരോഹണ ഗീതങ്ങൾ എന്നറിയപ്പെടുന്ന പ്രത്യേക സങ്കീർത്തന സമാഹാരത്തിൻ്റെ ഭാഗമാണ്. ഇസ്രായേലിയർ വർഷം തോറും പെസഹ, പെന്തക്കോസ്തി, കൂടാരപ്പെരുന്നാൾ എന്നീ വാർഷിക ഉത്സവങ്ങൾക്കായി യെരുശലേമിലേക്ക് കയറിപ്പോകുമ്പോൾ ആലപിച്ചിരുന്ന ഗാനങ്ങളാണിവ. ശാരീരികമായി അവർ സിയോൻ പർവ്വതത്തിലേക്ക് കയറുകയായിരുന്നു. എന്നാൽ ആത്മീയമായി അവർ ദൈവത്തിൽ കൂടുതൽ ആഴമായി ആശ്രയിക്കുവാൻ പഠിച്ചുകൊണ്ടിരുന്നു. ഈ സങ്കീർത്തനങ്ങൾ ഓരോ വിശ്വാസിയുടെയും ആത്മീയ യാത്രയെ അതിമനോഹരമായി ചിത്രീകരിക്കുന്നു. ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും, കഷ്ടതയിൽ നിന്ന് പ്രത്യാശയിലേക്കും, മാനസാന്തരത്തിൽ നിന്ന് വീണ്ടെടുപ്പിലേക്കും, ഒടുവിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിലേക്കും. ഈ സങ്കീർത്തനങ്ങൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടതും പിന്നീട് ഒരുമിച്ച് സമാഹരിക്കപ്പെട്ടതുമാണെങ്കിലും 1 ശമൂവേലിൻ്റെ അവസാനവും 2 ശമൂവേലിൻ്റെ തുടക്കവും തമ്മിൽ ഇവ വായിക്കപ്പെടുന്നത് അതീവ അർത്ഥപൂർണമാണ്. 1 ശമൂവേലിൻ്റെ അവസാനത്തിൽ ഇസ്രായേൽ തകർന്ന അവസ്ഥയിലാണ്. ശൗൽ മരിച്ചിരിക്കുന്നു, യോനാഥാൻ മരിച്ചിരിക്കുന്നു, ഫെലിസ്തീർ വിജയം നേടിയിരിക്കുന്നു, രാജ്യം ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു. ദാവീദ് ഇപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുവാൻ കാത്തിരിക്കുന്നു. എന്നാൽ 2 ശമൂവേൽ ആരംഭിക്കുമ്പോൾ ദാവീദ് ഒടുവിൽ ഹെബ്രോനിൽ രാജാവായി അഭിഷിക്തനാകുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുവാൻ തുടങ്ങുന്നു. ഈ ആരോഹണ ഗീതങ്ങൾ നമ്മെ ഒരു വലിയ ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. ദൈവജനങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്. ദാവീദ് രാജ്യം പ്രാപിക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരുന്നത് പോലെ ഇസ്രായേലും വിശ്വാസത്തോടെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളും. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനും അവിടുത്തെ മഹത്വപൂർണ്ണമായ 2ാം വരവിനും ഇടയിലാണ് നാം ജീവിക്കുന്നത്. നാമും സ്വർഗീയ സിയോനിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരാണ്. അതുകൊണ്ട് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതുവരെ എങ്ങനെ കാത്തിരിക്കണം, വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം, സഹിച്ചു നിൽക്കണം, പ്രത്യാശയോടെ ജീവിക്കണം എന്നതെല്ലാം ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ പഠിപ്പിക്കുന്നു. 121 സങ്കീർത്തനത്തിൽ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്നാണിത്. യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകർ കള്ളന്മാരും വന്യമൃഗങ്ങളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ മലമ്പാതകളിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. അതിനാൽ പർവ്വതങ്ങളെ നോക്കുമ്പോൾ ഭയം തോന്നാമായിരുന്നു. എന്നാൽ സങ്കീർത്തനക്കാരൻ പ്രഖ്യാപിക്കുന്നത് തൻ്റെ സഹായം പർവ്വതങ്ങളിൽ നിന്നല്ല, പർവ്വതങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്നാണെന്നാണ്. ഈ സങ്കീർത്തനത്തിൽ കാക്കുക എന്ന ആശയം ആവർത്തിച്ചു വരുന്നു. ദൈവം തൻ്റെ ജനത്തെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. അവൻ ഒരിക്കലും മയങ്ങുകയോ ഉറങ്ങുകയോ ചെയ്യുന്നില്ല. ഭൗതിക കാവൽക്കാരെ പോലെ അവൻ ക്ഷീണിക്കുന്നില്ല. രാവും പകലും അവൻ തൻ്റെ ജനത്തെ കാത്തു സൂക്ഷിക്കുന്നു. അവരുടെ പുറപ്പെടലും വരവും അവൻ സംരക്ഷിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഉടമ്പടിയിലെ വിശ്വസ്തതയെ വെളിപ്പെടുത്തുന്ന ഭാഷയാണ്. ദൈവം തൻ്റെ ജനത്തെ നിരന്തരം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സുരക്ഷ നമ്മുടെ സാഹചര്യങ്ങളിലല്ല, ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യത്തിലാണ്. ദാവീദിൻ്റെ ജീവിതത്തിലുടനീളം ഈ സത്യം പ്രകടമായിരുന്നു. ശൗൽ അവനെ പിന്തുടർന്നു, ശത്രുക്കൾ അവനെ വളഞ്ഞു. എന്നിട്ടും ദൈവം അവനെ രാജാസനത്തിലെത്തുന്നതുവരെ കാത്തു സൂക്ഷിച്ചു. അതുപോലെ ക്രിസ്തു നമ്മുടെ നല്ല ഇടയനാണ്. അവൻ തൻ്റെ ആടുകളെ എന്നേക്കും കാത്ത് സൂക്ഷിക്കുന്നു. 123 മുതൽ 125 വരെയുള്ള 3 സങ്കീർത്തനങ്ങൾ അഹങ്കാരികളും ശത്രുക്കളും ചുറ്റിയിരിക്കുന്ന വിശ്വാസികളുടെ അനുഭവം ചിത്രീകരിക്കുന്നു. 123 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വിശ്വാസികളെ യജമാനൻ്റെ കയ്യിലേക്ക് നോക്കുന്ന ദാസന്മാരോട് ഉപമിക്കുന്നു. ശത്രുക്കളെ നോക്കുന്നതിന് പകരം അവർ ദൈവത്തെയാണ് നോക്കുന്നത്. ദൈവം പ്രവർത്തിക്കുന്നതുവരെ വിശ്വാസം ക്ഷമയോടെ കാത്തിരിക്കുന്നു. 124 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ വിടുതലിനെ ആഘോഷിക്കുന്ന സങ്കീർത്തനമാണ്. യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നു എങ്കിൽ നാം ജീവനോടെ വിഴുങ്ങപ്പെട്ടേനെ. പ്രളയം നമ്മെ ഒഴുക്കിക്കൊണ്ടു പോയേനെ, കെണി നമ്മെ പിടികൂടിയേനെ. എന്നാൽ ദൈവം ആ കെണികളെയൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. ഇത് ദാവീദിൻ്റെ ജീവിതത്തെ അത്യന്തം വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നു. പലവട്ടം ശൗൽ അവനെ പിടികൂടാൻ അടുത്തെത്തി. എന്നാൽ ഓരോ തവണയും ദൈവം ഇടപെട്ടതുകൊണ്ട് എല്ലാ കെണികളും പരാജയപ്പെട്ടു. 125 സങ്കീർത്തനത്തിൽ യഹോവയെ ആശ്രയിക്കുന്നവരെ സിയോൻ പർവ്വതത്തോടാണ് ഉപമിക്കുന്നത്. യെരുശലേം മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ ചുറ്റി നിൽക്കുന്നു. മലകൾ തലമുറകളോളം നിലനിൽക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹവും എന്നേക്കും നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം താൽക്കാലികമല്ല, ശാശ്വതമാണെന്ന് ഈ സങ്കീർത്തനം
നമ്മെ പഠിപ്പിക്കുകയാണ്. 128-ാമത്തെ സങ്കീർത്തനത്തിൽ ദേശീയ ജീവിതത്തിൽ നിന്ന് കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ആരംഭം ദൈവഭയത്തിലാണ്. ദൈവമാർഗത്തിൽ നടക്കുന്ന മനുഷ്യൻ തൻ്റെ അധ്വാനത്തിൽ സന്തോഷം കണ്ടെത്തുന്നു. അവൻ്റെ ഭാര്യ ഫലപ്രദയാകുന്നു. മക്കൾ ഒലിവ് തൈകളെ പോലെ മേശയ്ക്ക് ചുറ്റും വളരുന്നു. വീട്ടിൽ ആരംഭിക്കുന്ന സമാധാനം യെരുശലേമിലേക്കും വ്യാപിക്കുന്നു. വചനപ്രകാരം ഉണർവ് ആദ്യം കുടുംബത്തിൽ ആരംഭിക്കുന്നു. പിന്നെയാണ് അത് സമൂഹത്തെയും രാഷ്ട്രത്തെയും സ്പർശിക്കുന്നത്. ദൈവഭയമുള്ള ഒരു കുടുംബം സമൂഹത്തിന് ശക്തമായ ഒരു സാക്ഷ്യമായി മാറുന്നു. 129-ാം സങ്കീർത്തനത്തിൽ നൂറ്റാണ്ടുകളായുള്ള പീഡനങ്ങളെ ഇസ്രായേൽ ഇവിടെ ഓർക്കുകയാണ്. ഉഴുവുകാർ എൻ്റെ മുതുകത്ത് ഉഴുതിരിക്കുന്നു. അടിച്ചമർത്തലിലൂടെ ഉണ്ടായ ആഴമുള്ള മുറിവുകളെ വിവരിക്കുന്ന ശക്തമായ ഒരു ദൃശ്യമാണിത്. എന്നാൽ ഒരു വാക്യം എല്ലാം മാറ്റിമറിക്കുന്നു. യഹോവ നീതിമാനാകുന്നു. ശത്രുക്കൾ ഇസ്രായേലിനെ മുറിവേൽപ്പിച്ചു, എന്നാൽ ദൈവജനത്തെ നശിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ചരിത്രത്തിലുടനീളം സഭയും അനേക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സാമ്രാജ്യങ്ങളില്ലാതായി, രാജാക്കന്മാർ മരിച്ചുപോയി. എന്നാൽ ക്രിസ്തു ഇന്നും തൻ്റെ സഭയെ പണിതുയർത്തിക്കൊണ്ടിരിക്കുന്നു. 130-ാം സങ്കീർത്തനത്തിൽ 7 മാനസാന്തര സങ്കീർത്തനങ്ങളിലൊന്നാണ് 130-ാമത്തെ സങ്കീർത്തനം. ആഴങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കഷ്ടതയല്ല, പാപമാണ്. ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും എണ്ണിയിരുന്നുവെങ്കിൽ ഒരാളും അവിടുത്തെ സന്നിധിയിൽ നിലനിൽക്കുമായിരുന്നില്ല. എന്നാൽ ദൈവം ക്ഷമ നൽകുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ഭയപ്പെടേണ്ടവൻ. ഈ സങ്കീർത്തനം പ്രത്യാശയോടെയാണ് അവസാനിക്കുന്നത്. ദൈവം ക്ഷമിക്കുക മാത്രമല്ല, സമ്പൂർണ്ണമായി വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇത് യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടുത്തെ രക്തം പൂർണ്ണമായ വീണ്ടെടുപ്പ് നൽകുന്നു. മാനസാന്തരം യാത്രയുടെ അവസാനമല്ല, അത് ദൈവകൃപയിലേക്കുള്ള വാതിലാണ്. ഈ സങ്കീർത്തനങ്ങൾ നമ്മുടെ ക്രിസ്തീയ തീർത്ഥയാത്രയുടെ എല്ലാ ഘട്ടങ്ങളെയും വിവരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. ചിലപ്പോൾ അവിടുത്തെ കരുണയ്ക്കായി കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ വിടുവിപ്പിനായി സ്തോത്രമർപ്പിക്കും. ചിലപ്പോൾ അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകും. ചിലപ്പോൾ ദൈവകേന്ദ്രീകൃത കുടുംബങ്ങൾ പണിയും. ചിലപ്പോൾ പീഡനങ്ങൾ സഹിക്കും. മറ്റു ചിലപ്പോൾ ക്ഷമയ്ക്കായി ആഴത്തിൽ നിന്ന് നിലവിളിക്കും. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം വിശ്വസ്തനായി നിലകൊള്ളുന്നു. ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ടുകളില്ലാത്ത നേരായ പാതയല്ല. ക്രിസ്തു നമ്മെ കാത്തിരിക്കുന്ന പുതിയ യെരുശലേമിലേക്കുള്ള തീർത്ഥയാത്രയാണ്. ദാവീദിനെപ്പോലെ നാമും ദൈവം നിശ്ചയിച്ച ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വർഷങ്ങളോളം ഒരുക്കപ്പെടേണ്ടി വന്നേക്കാം. ദൈവത്തിൻ്റെ കാലതാമസം ഒരിക്കലും അവിടുത്തെ നിഷേധമല്ല. ഈ സങ്കീർത്തനങ്ങളുടെ സമ്പൂർണ്ണ നിവൃത്തി കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അവിടുന്ന് നമ്മുടെ കാവൽക്കാരനാണ്. നാം കണ്ണുയർത്തി നോക്കുന്നത് ആ യജമാനനിലേക്കാണ്. അവിടുന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. തൻ്റെ ജനത്തെ എന്നേക്കും ചുറ്റി നിൽക്കുന്നവനാണ്. നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. പീഡനം സഹിച്ച് അതിനെ ജയിച്ചവനാണ്. പാപത്തിൽ നിന്ന് സമ്പൂർണ്ണ വീണ്ടെടുപ്പ് നൽകുന്നവനുമാണ്. അങ്ങനെ ഈ ആരോഹണ ഗീതങ്ങൾ ഒടുവിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഗാനങ്ങളായി മാറുന്നു. അവിടുന്ന് തൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ സ്വർഗീയ സിയോനിലേക്ക് നയിക്കുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ, എൻ്റെ ദൃഷ്ടി എവിടെയാണ് ഉറച്ചിരിക്കുന്നത്? ഞാൻ പ്രശ്നങ്ങളിലെ പർവ്വതങ്ങളെയാണോ നോക്കുന്നത്, അതോ പർവ്വതങ്ങളെ സൃഷ്ടിച്ച കർത്താവിനെയാണോ നോക്കുന്നത്? എൻ്റെ ആത്മീയ തീർത്ഥയാത്രയിൽ ഞാൻ മുന്നേറുന്നുണ്ടോ? ക്രിസ്തുവിനോടൊപ്പം നടക്കുന്ന ഈ യാത്രയിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും മാനസാന്തരത്തിലും സഹിഷ്ണുതയിലും പ്രത്യാശയിലും ഞാൻ വളരുന്നുണ്ടോ? അല്ലെങ്കിൽ ആത്മീയമായി നിശ്ചലനായി നിൽക്കുകയാണോ? ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോടൊപ്പമുള്ള ജീവിതം ഒരു തീർത്ഥയാത്രയാണെന്നതാണ്. ഒറ്റയടിക്ക് എത്തിച്ചേരുന്ന ലക്ഷ്യമല്ല അത്. ഇസ്രായേൽ യെരുശലേമിലേക്കുള്ള വഴിയിൽ ഈ ഗാനങ്ങൾ ആലപിച്ചു. ദാവീദ് രാജ്യം പ്രാപിക്കുന്നതിന് മുമ്പുള്ള കാത്തിരിപ്പിൽ ഈ സത്യങ്ങൾ ജീവിച്ച് കാണിച്ചു. സഭ ഇന്ന് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായി കാത്തുകൊണ്ട് ഈ സത്യങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു. 1 ശമൂവേലിൻ്റെ അവസാനത്തിലെ ദുരന്തത്തിൽ നിന്ന് 2 ശമൂവേലിൻ്റെ പ്രത്യാശ നിറഞ്ഞ തുടക്കത്തിലേക്ക് കടക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ഒരു നിത്യസത്യം പഠിപ്പിക്കുന്നു. മരുഭൂമിയിൽ ദാവീദിനെ കാത്തു സൂക്ഷിച്ച അതേ ദൈവം തൻ്റെ തികഞ്ഞ സമയത്ത് അവനെ കിരീടമണിയിച്ചു. ഇന്ന് നമ്മെ കാത്തു സൂക്ഷിക്കുന്ന അതേ ദൈവം നമ്മെയും സുരക്ഷിതമായി നമ്മുടെ നിത്യ സിയോനിൽ എത്തിക്കും. നമ്മുടെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്നാകുന്നു എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്കും നമ്മുടെ ആത്മീയ തീർത്ഥയാത്ര തുടർന്നുകൊണ്ടിരിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.